കഴിഞ്ഞ വർഷമാണ് കോമ്പാക്ട് എസ്യുവി സെഗ്മെന്റിലേക്ക് എലിവേറ്റ് എന്ന മോഡലിനെ ഹോണ്ട ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് കുറച്ച് കോസ്മെറ്റിക് മാറ്റങ്ങൾ വരുത്തി എലിവേറ്റിന്റെ ഏറ്റവും പുതിയ അപ്പെക്സ് എഡിഷൻ ഹോണ്ട ഇന്ത്യയിൽ അവതരിപ്പിച്ചു. എസ് വി, വി, വി എക്സ്, ഇസഡ് എന്നിങ്ങനെ 4 വേരിയന്റുകളാണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിരിക്കുന്നത്. എലിവേറ്റിന്റെ അപ്പെക്സ് എഡിഷൻ വി, വി എക്സ് എന്നീ 2 വേരിയന്റുകളിൽ മാത്രമാണ് ഹോണ്ട നൽകിയിട്ടുള്ളത്. ഹോണ്ട എലിവേറ്റിന്റെ അപ്പെക്സ് എഡിഷന്റെ എക്സ്ഷോറൂമിൽ ആരംഭിക്കുന്നത് 12,71,000 രൂപ മുതലാണ്. മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും എലിവേറ്റിന്റെ അപ്പെക്സ് എഡിഷൻ ലഭിക്കും. ഹോണ്ട എലിവേറ്റ് അപ്പെക്സ് എഡിഷന്റെ വേരിയന്റ് വൈസ് വില നോക്കുകയാണെങ്കിൽ വി വേരിയന്റിന്റെ മാനുവൽ ട്രാൻസ്മിഷന് 12.71 ലക്ഷവും വി വേരിയന്റിന്റെ CVT ഓട്ടോമാറ്റിക്കിന് 13.71 ലക്ഷവുമാണ്. വി എക്സ് വേരിയന്റിന്റെ മാനുവൽ ട്രാൻസ്മിഷന് 14.10 ലക്ഷവും വി എക്സ് വേരിയന്റിന്റെ CVT ഓട്ടോമാറ്റിക്കിന് 15.10 ലക്ഷവുമാണ്. എക്സിസ്റ്റിംഗ് എലിവേറ്റിൽ നിന്നും കുറച്ച് കോസ്മെറ്റിക് മാറ്റങ്ങൾ മാത്രമാണ് അപ്പെക്സ് എഡിഷനിൽ ഹോണ്ട നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ടോൺ ഇന്റീരിയർ, ആംബിയൻ ലൈറ്റ് വിത്ത് 7 കളർ എന്നിവ അപ്പെക്സ് എഡിഷന്റെ പ്രത്യേകതകളാണ്. എഞ്ചിൻ ഓപ്ഷനിലും ഹോണ്ട മറ്റു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 119 HP 145 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റൈലിഷ് ഡിസൈനും സ്പേഷ്യസ് ഇന്റീരിയറും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുമാണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിട്ടുള്ളത്. 10.25 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 7 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജർ, ക്രൂയിസ് കൺട്രോൾ, അഡാസ് എന്നിവയും ഹോണ്ട എലിവേറ്റിന്റെ പ്രത്യേകതകളാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഫ്രണ്ട് സ്പോയിലറിന് സിൽവർ ആക്സൻസ് നൽകിയിരിക്കുന്നു. സൈഡ് അണ്ടർ സ്പോയിലർ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. പ്രീമിയം ലെതററ്റ് ഡോർ ലൈനിംഗ്, ഡ്യുവൽ ടോൺ ഇന്റീരിയർ, അപ്പെക്സ് എഡിഷൻ സിഗ്നേച്ചർ സീറ്റ് കവേഴ്സ് ആൻഡ് കുഷ്യൻസ് എന്നിവ എലിവേറ്റിന്റെ അപ്പെക്സ് എഡിഷന്റെ പ്രത്യേകതകളാണ്. 7 കളർ റിതമിക് ആംബിയൻ ലൈറ്റിംഗ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഓവറോൾ ക്യാബിൻ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കന്റ്ലി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. എലിവേറ്റിന്റെ വി വേരിയന്റിൽ അലക്സ സപ്പോർട്ട് ചെയ്യുന്ന 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റിയും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും നൽകിയിരിക്കുന്നു. 4 സ്പീക്കർ സൗണ്ട് സിസ്റ്റവും CVT വേരിയന്റുകളിൽ 7 സ്പീഡ് പാഡിൽ ഷിഫ്റ്റേഴ്സും നൽകിയിട്ടുണ്ട്. 1 ടച്ച് ഇലക്ട്രിക് സൺറൂഫ്, 17 ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീൽ, ഓട്ടോ ഫോൾഡ് ORVMs, വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ, ലെയിൻ വാച്ച് ക്യാമറ എന്നിവയും എലിവേറ്റിന്റെ VX വേരിയന്റിൽ അഡീഷണലായി ഹോണ്ട നൽകിയിരിക്കുന്നു. 10 എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻസ് ആണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിട്ടുള്ളത്. 6 എയർ ബാഗ്, ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ്, അജൈൽ ഹാൻഡിലിംഗ് അസിസ്റ്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, റിയർ പാർക്കിംഗ് ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസർ എന്നിവയും എലിവേറ്റിൽ നൽകിയിരിക്കുന്നു. കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം, അഡാസ് ഫീച്ചേഴ്സിന്റെ ഭാഗമായി എലിവേറ്റിൽ ഹോണ്ട നൽകിയിട്ടുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ ഹൈ ബീം എന്നിവയും എലിവേറ്റിന്റെ മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. മാനുവൽ CVT ട്രാൻസ്മിഷനിലും ഹോണ്ട എലിവേറ്റ് ലഭിക്കും. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 119 HP 145 Nm ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കംഫർട്ടബിൾ, ഈസി ടു ഡ്രൈവ്, സ്പേഷ്യസും പ്രാക്ടിക്കൽ ക്യാബിനുമുള്ള മികച്ചൊരു വാഹനമാണ് ഹോണ്ട എലിവേറ്റ്. എലിവേറ്റിന്റെ ആൽഫ ബോൾഡ് സിഗ്നേച്ചർ ഗ്രില്ലിൽ ഹോണ്ടയുടെ വലിയ ലോഗോ നൽകിയിരിക്കുന്നു. LED DRL, LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റും LED ഫോഗ് ലാമ്പുകളും എലിവേറ്റിലും കാണാൻ കഴിയും. വളരെ ബോൾഡായിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിട്ടുള്ളത്. ഏറ്റവും പുതിയ സിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എലിവേറ്റിനെയും ഹോണ്ട നിർമ്മിച്ചിരിക്കുന്നത്. 17 ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു. സ്റ്റീൽ ഫിനിഷ്ഡ് ഡോർ ഹാൻഡിൽ, റൂഫ് റെയിൽസ് എന്നിവയും സൈഡ് ഡിസൈനിൽ കാണാം. വളരെ യുണീക്ക് ആയിട്ടുള്ള റിയർ ഡിസൈനാണ് എലിവേറ്റിന് ഹോണ്ട നൽകിയിട്ടുള്ളത്. വൈഡും സ്റ്റേബിളുമായുള്ള ഒരു ഫീല് എലിവേറ്റിന്റെ റിയർ ഡിസൈൻ നൽകുന്നുണ്ട്. ബോൾഡും എലഗന്റുമായ LED ടെയിൽ ലാമ്പ് ഡിസൈൻ മനോഹരമാണ്. ഹോണ്ട ലോഗോയും എലിവേറ്റ് ബാഡ്ജിങ്ങും റിയറിലായി കാണാം. 458 ലിറ്ററാണ് എലിവേറ്റിന്റെ ബൂട്ട് സ്പേസ്. റിയർ സീറ്റുകൾ 60/40 ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ്. ഹോണ്ട എലിവേറ്റിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ 4312 mm ലെങ്ത്, 1790 mm വിഡ്ത്ത്, 1650 mm ഹൈറ്റുമുണ്ട്. 220 mm എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എലിവേറ്റിന്റെ പ്രത്യേകതയാണ്. ലിമിറ്റഡ് ടൈം പീരീഡിൽ മാത്രമാണ് എലിവേറ്റിന്റെ അപ്പെക്സ് എഡിഷൻ വിപണിയിൽ ഉണ്ടാവുക. ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് എലിവേറ്റ് വിൽക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഹോണ്ട ഇപ്പോൾ ഈ സ്പെഷ്യൽ എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഹോണ്ട എലിവേറ്റ് പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ഫോക്സ്വാഗൺ ടൈഗൂൺ, സ്കോഡ കുഷാക്, ഹ്യുണ്ടൈ ക്രെറ്റ, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ട ഹൈറൈഡർ, കിയ സെൽറ്റോസ് എന്നീ മോഡലുകളുമായിട്ടാണ്. ഹോണ്ടയ്ക്ക് ഇതിനോടകം തന്നെ എലിവേറ്റിന്റെ 10,867 യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സാധിച്ചു. 2023 ഏപ്രിലിൽ എലിവേറ്റിന്റെ 5,313 യൂണിറ്റുകളാണ് ഇന്ത്യയിൽ വിറ്റഴിച്ചതെങ്കിൽ 2024 ഏപ്രിലിൽ വിൽപ്പന 4,351 യൂണിറ്റുകളായി കുറഞ്ഞിട്ടുണ്ട്. എലിവേറ്റ്, അമേസ്, സിറ്റി എന്നിങ്ങനെ 3 മോഡലുകൾ മാത്രമാണ് ഹോണ്ടയ്ക്ക് ഇന്ത്യയിലുള്ളത്. 2024 ഓഗസ്റ്റിലെ ഹോണ്ടയുടെ ഇന്ത്യയിലെ വിൽപ്പന നോക്കുകയാണെങ്കിൽ അമേസിൻ്റെതായി 2,585 യൂണിറ്റുകളാണ് വിറ്റഴിച്ചത്. 1,723 യൂണിറ്റുകളാണ് എലിവേറ്റിൻ്റെതായി വിറ്റഴിച്ചത്. വിൽപ്പനയിൽ ഏറ്റവും പിറകിൽ പോയത് സിറ്റിയാണ്. വെറും 1,018 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ സാധിച്ചത്.
ഹോണ്ടയുടെ സെഡാൻ മോഡലായ സിറ്റി കൺസിസ്റ്റൻ്റായി തന്നെ നല്ല സെയിൽ ലഭിച്ചിരുന്ന മോഡലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോക്സ് വാഗൺ വിർട്ടസ് എന്ന മോഡലിനെ അവതരിപ്പിച്ചതിന് ശേഷം സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഫോക്സ് വാഗൺ വിർട്ടസ് ആണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേറ്റ് ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ ഹോണ്ട ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. 2024 ഏപ്രിൽ മാസം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് എലിവേറ്റിന്റെ 6516 യൂണിറ്റുകളാണ്. ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിൽ ടോപ്പിൽ നിൽക്കുന്നത് ഫോക്സ് വാഗൺ, ഹോണ്ട, നിസാൻ എന്നീ വിദേശ കമ്പനികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോണ്ട എലിവേറ്റ് പ്രധാനമായും കോമ്പീറ്റ് ചെയ്യുന്നത് ഫോക്സ് വാഗൺ ടൈഗൂൺ, സ്കോഡ കുഷാക്, ഹ്യുണ്ടൈ ക്രെറ്റ, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ട ഹൈറൈഡർ, കിയ സെൽട്ടോസ് എന്നീ മോഡലുകളുമായിട്ടാണ്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഹ്യുണ്ടൈ ക്രെറ്റയാണ്. കൺസിസ്റ്റന്റ് ആയി തന്നെ 10,000-ന് മുകളിൽ യൂണിറ്റ് ഹ്യുണ്ടൈ ക്രെറ്റ എല്ലാ മാസവും വിൽക്കുന്നുണ്ട്. 11 ലക്ഷം മുതൽ 20,30,000 വരെയാണ് ഹ്യുണ്ടൈ ക്രെറ്റയുടെ എക്സ്ഷോറൂം വില. ക്രെറ്റയുടെ ബേസ് മോഡലിന്റെ എക്സ്ഷോറൂം വില 11 ലക്ഷവും മിഡ് റേഞ്ച് വേരിയന്റുകളുടെ എക്സ്ഷോറൂം വില 12,56,000 മുതൽ 15,93,000 വരെയാണ്. ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്ഷോറൂം വില 20,30,000 രൂപയാണ്. ക്രെറ്റയുടെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഹ്യുണ്ടൈ ക്രെറ്റയ്ക്ക് നൽകിയിട്ടുള്ളത്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 113 HP-യും ടർബോ പെട്രോൾ എഞ്ചിൻ 158 HP-യും പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാനുവൽ, CVT, DCT എന്നിങ്ങനെ 3 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് ക്രെറ്റയുടെ പെട്രോൾ എഞ്ചിൻ വേരിയന്റുകൾക്ക് ഹ്യുണ്ടൈ നൽകിയിട്ടുള്ളത്. 1.5 ലിറ്റർ CRDI 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ 113 HP 250 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ഹ്യുണ്ടൈ ക്രെറ്റയുടെ ഡീസൽ വേരിയന്റുകൾക്ക് ഹ്യുണ്ടൈ നൽകിയിരിക്കുന്നത്. ക്രെറ്റയുടെ മാനുവൽ ട്രാൻസ്മിഷന് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ് 21.4 കിലോമീറ്ററും ഓട്ടോമാറ്റിക് വേരിയന്റിന് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് 18.3 കിലോമീറ്ററുമാണ്. നെക്സ്റ്റ് ജനറേഷൻ അമേസിനെയും ഹോണ്ട ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ അമേസ് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോണ്ട അമേസ് പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയറുമായിട്ടാണ്. വലിയ മാറ്റങ്ങളുമായി നെക്സ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ഡിസയർ ഒക്ടോബറിൽ ഇന്ത്യൻ വിപണിയിൽ മാരുതി സുസുക്കി അവതരിപ്പിക്കും. ഹോണ്ട സിറ്റി നിർമ്മിച്ചിട്ടുള്ള അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നെക്സ്റ്റ് ജനറേഷൻ അമേസിനെയും ഹോണ്ട നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് ജനറേഷൻ അമേസിന് ഹോണ്ട നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ഡിജിറ്റൽ സ്ക്രീൻ, 360 ഡിഗ്രി ക്യാമറ, ലെവൽ 2 അഡാസ്, പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റ്, സിംഗിൾ പെയിൻ സൺറൂഫ് എന്നിവയും നെക്സ്റ്റ് ജനറേഷൻ അമേസിൽ പ്രതീക്ഷിക്കാം. 6 എയർ ബാഗ്, ABS, EBD, റിയർ പാർക്കിംഗ് സെൻസർ, റിയർ പാർക്കിംഗ് ക്യാമറ, 360 ഡിഗ്രി ക്യാമറ, ലെവൽ 2 അഡാസ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ഹോണ്ട അമേസിൽ ഉണ്ടാകും. നിലവിൽ അമേസിലുള്ള അതേ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഏറ്റവും പുതിയ നെക്സ്റ്റ് ജനറേഷൻ അമേസിനും ഹോണ്ട നൽകുക. 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 89 HP 110 Nm ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാനുവൽ, CVT എന്നിങ്ങനെ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനും അമേസിന് ഹോണ്ട നൽകും. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വരാൻ പോകുന്ന ഏറ്റവും പുതിയ നെക്സ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസിന്റെ എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത് 7,50,000 മുതൽ 10 ലക്ഷം രൂപ വരെ ആയിരിക്കും. ഹോണ്ട അമേസ് പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് മാരുതി സുസുക്കി ഡിസയർ, ഹ്യുണ്ടൈ ഓറ എന്നീ മോഡലുകളുമായിട്ടാണ്.